ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. ഭക്തോത്തമനായ കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണിനമ്പൂതിരിപ്പാടിൻ്റെ ശ്യാമസുന്ദരൻ എന്ന ഗ്രന്ഥത്തിൽ മന്ദാകിനി എന്നുള്ള ഭാഗത്ത് വിശ്വരൂപം എന്ന വളരെ താളാത്മകമായ ഒരു കീർത്തനമാണ് ഇന്ന് ചൊല്ലി സമർപ്പിക്കുന്നത്. കാരണിക്കൂന്തലിൽ പീലിയുമമ്പിളിക്കീറുളി നെറ്റിയിൽ ഗോപിയുമുള്ളവൻ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ. മണ്ണു തിന്നിടവേ കുഞ്ഞിനു വല്ലതും ദണ്ഡമുണ്ടാകുമോ എന്നു പേടിച്ചുടൻ ഗോപിമാർ മൗലിയാം നന്ദസീമന്തിനി കൈപിടിച്ചുണ്ണിയോടോതിവായി കാട്ടുവാ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ. ഉണ്ണിതൻ കൊച്ചുവായ് പൂവിടർത്തിടവേ കണ്ണിനു കാട്ടിയ കാഴ്ചയത്യത്ഭുതം. മണ്ണു കാട്ടിടിനാൻ വിണ്ണു കാട്ടിടിനാൻ എണ്ണമറ്റുള്ളൊരു പാരുകൾ കാട്ടിനാൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ. വൃന്ദാവനത്തെയും ഗോവർദ്ധനത്തെയും നന്ദാലയത്തെയുമെന്നല്ല തന്നെയും തന്നെ മുന്നിലായി വായ് പിളർന്നങ്ങനെ നിന്നിടും കുഞ്ഞിനെ കൂടിയും വായയിൽ കണ്ടു കണ്ടമ്പരന്നങ്കന തൽക്ഷണം രണ്ടു നേത്രങ്ങളും ചിമ്മിനാൾ ഭീതിയാ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ. അമ്മ തൻ സങ്കടം കണ്ടതു തീർക്കുവാൻ അമ്മണി പൈതലും അമ്മിഞ്ഞ കെഞ്ചിന. അഞ്ജസാ സർവവും വല്ലവി വിസ്മരിച്ചഞ്ജനവർണ്ണനെ പുൽകിനാൾ നിർഭരം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ. കൂറുണർന്നമ്മ തൻ മാറണിക്കൂറ
തെല്ലീറനായി തീരുമാറൂറിടും പാനകം പാൽനറും പുഞ്ചിരിത്തൂമഴ ചാറിടും ചേണെഴും ചുണ്ടുകൊണ്ടാസ്വദിച്ചാൻ ഹരി. പാൽനറും പുഞ്ചിരിത്തൂമഴ ചാറിടും ചേണെഴും ചുണ്ടുകൊണ്ടാസ്വദിച്ചാൻ ഹരി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പാദാരവിന്ദത്തെ കരത്തിലാക്കി മുഖാരവിന്ദത്തോടു ചേർത്തുവച്ചും ആലിന്നിലയിൽ മരുവുന്ന ബാലൻ മുകുന്ദനെ ഞാൻ മനസാ സ്മരിപ്പൂ. ആലിലക്കണ്ണനായി ആനന്ദസ്വരൂപനായി അകതാരിൽ മിന്നിത്തിളങ്ങുന്ന അനിലപുരേശ്വരൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം അനിതര സാധാരണമായ ശ്രീമദ് ഭാഗവതത്തെ അറിയാനും അലിയാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നു. അതിൻ്റെ 956 ദിവസം ഓട്ടൂർ ഉണ്ണിനമ്പൂതിരിപ്പാടിൻ്റെ വിശ്വരൂപം എന്ന കവിത ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. ദ്വാദശസ്കന്ധം 9 അധ്യായത്തിൽ 20 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. വിഷ്ണുമായ കൊണ്ട് മറയ്ക്കപ്പെട്ട ആത്മബോധത്തോടുകൂടിയ മാർക്കണ്ഡേയ മഹർഷി എല്ലാം മറന്നുപോയി 10,000 വർഷശതങ്ങൾ അദ്ദേഹം ഈ വെള്ളത്തിൽ പ്രളയജലത്തിൽ മുങ്ങിയും പൊങ്ങിയും താണും ഉയർന്നും ദുഃഖവും ശോകവും ബുദ്ധിമുട്ടുകളും സുഖവും ഒക്കെ ആയിട്ട് അദ്ദേഹം അങ്ങനെ കഴിഞ്ഞുപോയി. സൂതൻ പറയാണ്, സ കദാചിൽ ഭ്രമം തസ്മിൻ പൃഥിവ്യാ കകുദിദ്വിജ ന്യഗ്രോധപോതം ദദൃശേ ഫലപല്ലവശോഭിതം. തസ്മിൻ ഭ്രമൻ സാ ദ്വിജ, ആ പ്രളയത്തിൽ ഭ്രമിക്കുന്ന ആ മുനി കദാചിൽ ഒരിക്കൽ പൃഥിവ്യാ കകുതി ഭൂമിയുടെ ഉന്നത സ്ഥാനത്തിൽ ഫലപല്ലവശോഭിതം കായ്ക്കളും ഇലകളും കൊണ്ട് ശോഭിക്കുന്ന ന്യഗ്രോധപോതം മനോഹരമായ ഒരു ചെറിയ ആത്മരത്തെ ദദൃശേ, ആത്മബോധം പോയ ആ മാർക്കണ്ഡേയ മഹർഷി ഒരു ആൽമരം കണ്ടു. അങ്ങ് അകലെയായി പ്രളയാർണവത്തിൽ മുങ്ങിപ്പൊങ്ങിക്കഴിയാണ് അദ്ദേഹം. അതിൽ വല്ലാതെ പരിശ്രമിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം സമുദ്രമധ്യത്തിൽ ഭൂമിയിൽ പൊക്കമുള്ളൊരു പ്രദേശം, അവിടെ കായ്കളും തളിരുകളും നിറഞ്ഞ അതിസുന്ദരമായിരിക്കുന്ന മനോഹരമായ ഒരു ആൽവൃക്ഷം അദ്ദേഹം കണ്ടു. ആ ആൽവൃക്ഷത്തിന്റെ പ്രത്യേകത എന്താ? അതാ പിന്നീട് 5 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞത്. പ്രാഗുത്തരസ്യാം ശാഖായാം തസ്യാപി ദദൃശേ ശിശും ശയാനം പർണപുടകേ ഗ്രസന്തം പ്രഭയാതമ മഹാമരതകശ്യാമം ശ്രീമദ്വദന പങ്കജം കമ്പുഗ്രീവം മഹോരസ്കം സുനാസം സുന്ദരഭ്രുവം ശ്വാസൈജദളകാഭാതം
കമ്പുശ്രീകർണദാഡിമം വിദ്രുമാധരഭാസേഷോണായിതസുധാസ്മിതം പത്മഗർഭാരുണാപാംഗം ഹൃദ്യഹാസാവലോകനം ശ്വാസൈജദ്വലിസംവിഘ്നനിമ്നനാഭിദളോദരം ചാർവങ്കുലിഭ്യാം പാണിഭ്യാമുന്നീയ ചരണാംബുജം മുഖേ നിധായ വിപ്രേന്ദ്രോ ധയന്തം വീക്ഷ്യ വിസ്മിത. തസ്യാ പ്രാഗുത്തരസ്യാം ശാഖായാം, അതിൻ്റെ ആ മനോഹരമായ ആലിൻ്റെ കിഴക്കു വടക്കു ഭാഗത്തുള്ള പ്രാഗുത്തരസ്യാം ശാഖായാം, കിഴക്ക് വടക്ക് ഭാഗം, ഈശാനുകോൺ എന്ന് വേണമെങ്കിൽ പറയാം. പ്രഭയാ തമഹാഗ്രസന്തം, പ്രഭ കൊണ്ട് അന്ധകാരത്തെ ഗ്രസിക്കുന്നവൻ, നശിപ്പിക്കുന്നവനും, മഹാമരതകശ്യാമം, മഹാമരതകം പോലെ അതേപോലെ തന്നെ ശ്യാമള നിറത്തോടുകൂടിയവനും, ശ്രീമദ്വദന പങ്കജം, താമരപ്പൂ പോലെ ശോഭിക്കുന്ന മുഖത്തോടുകൂടിയവനും, കമ്പുഗ്രീവം, ശംഖിന് തുല്യമായ കമ്പുസദൃശമായിരിക്കുന്ന കണ്ഠത്തോടുകൂടിയവനും, മഹോരസ്കം, വളരെ വിരിഞ്ഞ മാറിടത്തോടുകൂടിയവനും, സുനാസം, സുന്ദരമായ ശോഭനമായ മൂക്കുള്ളവനും, സുന്ദരഭ്രുവം, വളരെ സൗന്ദര്യമുള്ള പുരികക്കൊടി ഭ്രൂക്കളോടുകൂടിയവനും, ശ്വാസൈജതളകാഭാതം, ശ്വാസവായു കൊണ്ട് ചലിക്കുന്ന കുറുനിരകളാൽ അധികം ശോഭിക്കുന്ന അതേപോലെ തന്നെ കർണങ്ങളിൽ മാതളപുഷ്പങ്ങളോടുകൂടിയവനും, വിദ്രുമാധരഭാസ, പവിഴം പോലെ ഇരിക്കുന്ന അധരകാന്തി കൊണ്ട് ഈഷക്ഷോണായിത സുധാസ്മിതം, അല്പം ചുവന്ന നിറത്തിലുള്ള പീയൂഷ സദൃശമായിരിക്കുന്ന അമൃതനു തുല്യമായ മന്ദഹാസത്തോടും, പത്മഗർഭാരുണാപാംഗം, ചെന്താമരപ്പൂവിൻ്റെ അന്തർഭാഗം പോലെ അരുണമായ ആ നേത്രാന്തത്തോടു കൂടിയവനും, ഹൃദ്യഹാസാവലോകനം, ഹൃദ്യമായ മനോഹരമായ പുഞ്ചിരി ചേർന്നിരിക്കുന്ന അവലോകനത്തോടു കൂടിയവനും, നോക്കുന്നവനും, ശ്വാസൈജദ്വലി സംവിഘ്ന നിമ്നനാഭിദളോദരം, ശ്വാസം കൊണ്ട് ചലിക്കുന്ന വലികളാൽ ചഞ്ചലവും അഗാധവുമായ നാഭിയോടും, ആലില പോലെ ഇരിക്കുന്ന ഉദരത്തോടും, ചാർവങ്കുലിഭ്യാം പാണിഭ്യാം, മനോഹരമായ അങ്കുലികളോടുകൂടിയ രണ്ട് കൈകൾ കൊണ്ടും, ചരണാംബുജം, അംബുജത്തിന് താമരയ്ക്ക് തുല്യമായ തൻ്റെ പാദത്തെ ഉന്നീയ, ഉയർത്തിയിട്ട്, മുഖേ നിധായ, തൻ്റെ മുഖത്തിൽ വെച്ചിട്ട്, ധയന്തം, പാനം ചെയ്തും കൊണ്ട്, പർണപുടകെ, ഇലയിന്മേൽ ശയാനം ശിശും, കിടക്കുന്ന ആ ശിശുവിനെ ദദൃശേ, കണ്ടു, വിപ്രേന്ദ്ര, ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ, ആ മാർക്കണ്ഡേയ മുനി, വീക്ഷ്യ വിസ്മിത, കണ്ടിട്ട് വല്ലാതെ ആശ്ചര്യപ്പെട്ടു എന്ന് പറയുന്നു. വടവൃക്ഷത്തിൻ്റെ കിഴക്ക് വടക്ക് നമ്മൾ പറഞ്ഞു നേരത്തെ അല്ലേ, ഈശാനകോണില് ഒരിലയിൽ ഒരു ഉണ്ണി കിടക്കുന്നു. ആ ഉണ്ണിയുടെ രൂപമാണ്, ആ രൂപത്തിൻ്റെ മാഹാത്മ്യമാണ് പിന്നീട് അതിഗംഭീരമായിട്ട് സൂത പൗരാണികൻ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു അക്ഷരചിത്രമായി നമുക്ക് ഹൃദയത്തിൽ ചേർത്തു വയ്ക്കാൻ പാകത്തിന്. എന്തൊക്കെയാ ഉണ്ണിയുടെ പ്രത്യേകത? ശരീരത്തിൻ്റെ ശോഭ കൊണ്ട് അതുവരെ അന്ധകാരാവൃതമായിരിക്കുന്ന സ്ഥലം മുഴുവൻ ഇപ്പൊ തെളിഞ്ഞു, അന്ധകാരമില്ലാതെയായി. മഹാമരതകരത്നം പോലെ ശ്യാമളമായ നിറം, വികസിച്ച താമരപ്പൂ പോലെ കോമളമായിരിക്കുന്ന മുഖം, ശംഖ് പോലെ 3 രേഖകളോടുകൂടിയ കണ്ഠസ്ഥലം, ഗളസ്ഥലം, വീതിയുള്ള മാറിടം, അതിസുന്ദരമായ എള്ളിൻപൂവ് തോൽക്കുന്ന നാസിക, പിന്നെയോ പുരികങ്ങൾ, അതെന്തൊരു ഭംഗിയാണ്, അതിസുന്ദരമാണ്. ശ്വാസവായു അങ്ങനെ അടിക്കുമ്പോൾ പുരികങ്ങൾക്ക് മുകളിൽ കുറുനിരകൾ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു.
ശംഖിൻ്റെ അന്തർഭാഗം പോലെ വലയാകാരത്തിലും അലങ്കരിച്ചിരിക്കുന്ന മാതളപുഷ്പങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന കർണങ്ങൾ, പവിഴക്കൊടി പോലെ ഇരിക്കുന്ന അധരകാന്തി, അതുകൊണ്ട് എന്തായി അരുണവർണം, അമൃതസമാനമായ മുഖത്തിൽ ചേർന്ന് നിൽക്കുന്ന മന്ദഹാസം, ചെന്താമരപ്പൂവിൻ്റെ അന്തർഭാഗത്ത് പോലെ ചുവപ്പ് നിറമുള്ള കടക്കണ്ണ്, ആ കടക്കണ്ണിൻ്റെ ഭാഗം മാത്രം ഒരല്പം ചുവന്നിരിക്കുന്നു. അത്യാനന്ദകരമായ മന്ദഹാസം, ആ മന്ദഹാസം കൊണ്ട് എല്ലാവരെയും അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നു, എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ ശ്വാസോച്ഛ്വാസങ്ങൾക്ക് അനുസരിച്ച് ചലിക്കുന്ന ത്രിവലികളോടുകൂടിയ വയറ്, ആഴമേറിയ പൊക്കിൾക്കുഴി, ആലില പോലെ കൃശമായ വയർ, ഇങ്ങനെയുള്ള ആ അതിസുന്ദരനായിരിക്കുന്ന ഉണ്ണിയെ, ആ സുന്ദര ബാലനെ, ആ നീലക്കാർമേഘവർണ്ണനെ കണ്ടപ്പോ ആ ഉണ്ണിയുടെ കിടപ്പ് എങ്ങനെയാ? 2 കൈകൊണ്ടും തൻ്റെ കാല് അങ്ങനെ വലിച്ചിട്ട് ആ കാലിൻ്റെ തള്ളവിരൽ വായേലേക്ക് വെച്ചേക്കാണ്. പാദാങ്കുഷ്ഠത്തെ കടിച്ചു വലിച്ചുകൊണ്ടിരിക്കണു, കുടിച്ചുകൊണ്ടിരിക്കണു. അധരം മധുരം വദനം മധുരം എന്ന് ഭക്തന്മാർ പാടുമ്പോൾ തൻ്റെ പാദവും അധരവും, തൻ്റെ പാദങ്ങൾക്കും മാധുര്യമാണ് എന്ന് ഭക്തന്മാർ പറയുമ്പോൾ അത് അനുഭവിക്കാൻ കൊതിക്കുന്നത് പോലെയാണ് എന്ന് സജ്ജനങ്ങൾ പറയാറുണ്ട്. അതല്ലെങ്കിൽ പാദാരവിന്ദം ഭവസിന്ധുപോതം, ഈ ലോകത്തിന് എല്ലാവർക്കും ഭവസിന്ധു കടക്കാനുള്ള തോണിയായി പോതമായി നിൽക്കുന്നത് തൻ്റെ കാലുകളാണ്, തനിക്ക് പോലും ഏകാശ്രയം ഈ പാദങ്ങളാണ് എന്ന് കാണിക്കുന്ന തരത്തിൽ ആ ഭഗവാനെ, അപ്രാകൃത ശിശുവിനെ കണ്ടു എന്നാണ് മാർക്കണ്ഡേയൻ. മാർക്കണ്ഡേയന് വലിയ അത്ഭുതമായി. ഇതെന്താണ് എന്ന് വിചാരിക്കുകയാണ്. തദ്ദർശനാദ്വീത പരിശ്രമോ മുദാ പ്രോദ്ഭുല്ലഹൃത്പത്മവിലോചനാംബുജ പ്രഹൃഷ്ടരോമാത്ഭുതഭാവശങ്കിത പ്രഷ്ടും പുരസ്തം പ്രസസാര ബാലകം. തദ്ദർശനാൽ, ആ ദർശനം, ഈ ഉണ്ണിയെ കണ്ടത് കാരണം വീതപരിശ്രമ, ശമിച്ച പരിശ്രമത്തോടു കൂടിയവനും, മുദാ പ്രോത്ഫുല്ല ഹൃത്പത്മവിലോചനാംബുജ, സന്തോഷം കൊണ്ട് വികസിച്ച ഹൃത്പത്മത്തോടും വിലോചനാംബുജങ്ങളോടും, പ്രഹൃഷ്ടരോമ, പ്രഹർഷത്തെ സൂചിപ്പിക്കുന്ന രോമങ്ങളോടും കൂടി, അത്ഭുതഭാവശങ്കിത അപി, അത്ഭുതഭാവത്തിൽ ഈ ഉണ്ണിയെ കണ്ടിട്ട് ഒരു സംശയം, ഒരു ശങ്കയുണ്ടെങ്കിൽ പോലും, തം ബാലകം പ്രഷ്ടും, ആ ബാലകനോട് ചോദിക്കാനായി, പുരപ്രസസാര, ആ ഉണ്ണിയുടെ അടുത്തേക്ക് ചെന്നു എന്നാണ്. മാർക്കണ്ഡേയ മുനിക്കുണ്ടായ ക്ഷീണം, പരിശ്രമം മുഴുവൻ ഇപ്പോൾ ഇല്ലാതെയായി. ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മുഴുവൻ തീർന്നു. അന്ധകാരം മാറി അവിടെ വലിയ തെളിച്ചവും വെളിച്ചവും ഉണ്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ അസാധാരണമായ സന്തോഷം കാരണം ഹൃദയാരവിന്ദവും നേത്രാംബുജങ്ങളും, ഹൃദയമാകുന്ന താമരപ്പൂവും കണ്ണുകളാകുന്ന താമരപ്പൂവും നല്ല പോലെ വികസിച്ചു. അപ്പോൾ പുറത്തു മാത്രമല്ല, ഉള്ളും നിറഞ്ഞു, ഉള്ളും വളർന്നു എന്ന് പറയുന്നു. എന്നിട്ടോ ആനന്ദം കൊണ്ട് എന്തുണ്ടായി അദ്ദേഹത്തിന്? പ്രഹൃഷ്ടരോമ, പ്രഹർഷത്തെ സൂചിപ്പിക്കുന്ന രോമങ്ങൾ എന്ന് വെച്ചാൽ രോമാഞ്ചമുണ്ടായി. അപ്പോ ഈ ഉണ്ണി ആരാണ്, ഇങ്ങനെ ഒരു അത്ഭുത ശിശു ആരാണ് എന്ന ഒരു ശങ്ക, ആ ഉണ്ണിയുടെ അടുത്ത് ചെന്നാൽ പോകാൻ പറ്റുമോ, ഇങ്ങനെയുള്ള പലവിധ സംശയങ്ങൾ മാർക്കണ്ഡേയ മഹർഷിയിൽ ഉണ്ടായി. എങ്കിൽ പോലും ആ തം ബാലകം പ്രഷ്ടും, ആ ബാലകനോട് ചോദിക്കുക എന്ന് ഉദ്ദേശിച്ചും കൊണ്ട് അവിടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്തെങ്കിലും ചോദിക്കണം എന്ന് വിചാരിച്ച് അരികത്തേക്ക് ചെല്ലുന്നു. താവച്ഛിശോർവൈ ശ്വസിതേന ഭാർഗവ സ്വന്തശരീരം മശകോ യഥാവിശൽ തത്രാപ്യതോ ന്യസ്തമചഷ്ടകൃഷ്ണശോ യഥാ പുരാ മുഹ്യതദീവ വിസ്മിത.
താവൽ സ ഭാർഗവ. അപ്പോ ആ ഭൃഗുകുലത്തിൽപ്പെട്ട മാർക്കണ്ഡേയൻ ശ്വസിതേന മശകഃ യഥാ, ശ്വാസത്തിൽ കൂടി ഒരു കൊതുക് എന്നതുപോലെ ശിശോ അന്തശരീരം, ആ ശിശുവിൻ്റെ ശരീരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. തത്രാപി, അവിടെയും അധഃ, ഇതിനെ കൃഷ്ണശഃ സമസ്തമായിട്ട് യഥാപുരാന്യസ്തം, പണ്ടത്തെ പോലെ വയ്ക്കപ്പെട്ട് ഇരിക്കുന്നതിനെ അചഷ്ട കണ്ടു. അതീവ വിസ്മിത, ഏറ്റവും വിസ്മയിച്ചു. അമുഹ്യൽ, വല്ലാതെ മോഹിക്കുകയും ചെയ്തു. മാർക്കണ്ഡേയ മഹർഷി നീന്തി ആ വടപത്രത്തിൽ കിടക്കുന്ന ഭഗവാന്റെ അടുത്തേക്ക്, അത്ഭുത ബാലകന്റെ അടുത്തേക്ക് നീന്തി എത്തി. അങ്ങനെ അടുത്തേക്ക് എത്തിയപ്പോഴോ ആ ഉണ്ണി ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണി ഒരിക്കൽ ശ്വാസം വലിച്ചപ്പോൾ ആ ശ്വാസവായുവിൽ കൂടി ഏതുപോലെ മശകോയഥ, ഒരു കൊതുക് എന്നതുപോലെ, അത്രയും ചെറിയൊരു വസ്തു എന്ന് തോന്നും, ഭഗവാന്റെ അത്ഭുത ബാലന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അവിടെയും ഈ ലോകത്തെ പ്രളയത്തിന് മുമ്പ് ഏത് വിധത്തിലാണോ ഇരുന്നത് അതേപോലെ, ഒന്നുപോലും വ്യത്യാസമില്ലാതെ സകലതും അതതിൻ്റെ സ്ഥാനത്ത് അതതുപോലെ തന്നെ വയ്ക്കപ്പെട്ടിരിക്കുന്നത് മാർക്കണ്ഡേയൻ കണ്ടു. ഇപ്പൊ മാർക്കണ്ഡേയൻ പുറത്ത് കണ്ടതല്ല, ഇപ്പോ അകത്ത് പ്രളയത്തിന് മുമ്പ് എന്താണോ ഉണ്ടായിരുന്നത് യഥാപുര, പഴയതുപോലെ അതേപോലെ തന്നെ മാർക്കണ്ഡേയൻ കണ്ടു. ആശ്ചര്യം കൊണ്ട് അദ്ദേഹം വല്ലാതെ മോഹിച്ചുപോയി. അതുകൊണ്ട് അദ്ദേഹം അതീവ വിസ്മിത അമുഹ്യൽ, ഏറ്റവും വിസ്മയിച്ച് അതിൽ മോഹിച്ചുപോയി എന്ന് പറയുന്ന 27ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്കിന്ന് ഭഗവത്പാദങ്ങളെ സമർപ്പിക്കാം. 28ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു
കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു.
സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.